ഉള്ളത് 5 വക്ത് നിസ്കാരമുണ്ട്. പക്ഷെ സുബ്ഹി നിസ്കരിക്കാത്ത ആളുകൾ ഒരിക്കലും തന്നെ അവരെ വീട്ടിൽ ഒരു ബറക്കത്തുമില്ല. ഒരു തങ്ങളടുത്ത് പോയിട്ടും കാര്യമില്ല, ഒരു ഖുതുബുൽ അഖ്താബിന്റെ അടുത്ത് പോയിട്ടും കാര്യമില്ല, ഒരു ചികിത്സകന്റെ അടുത്ത് പോയിട്ടും കാര്യമില്ല, ഒരാളടുത്തും പോയിട്ടൊരു കാര്യമില്ല. സുബ്ഹി ഖളാക്കുന്ന ആളുകൾ, സുബ്ഹി നിസ്കരിക്കാത്ത ആളുകൾ ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ ബറക്കത്തില്ല. അത് മനസ്സിലാക്കി വെക്കണം നമ്മൾ. ആ വീട്ടിൽ ഒരു ബറക്കത്തുമില്ല. അല്ലാഹുവിന്റെ ദിമ്മത്ത്, അല്ലാഹുവിന്റെ കാവൽ അവർക്ക് ലഭിക്കൂല. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. അപ്പൊ സുബ്ഹി നിസ്കരിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമില്ല, അല്ലാഹുവിനെ അവരെ പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുബ്ഹിയും നിസ്കരിക്കൂല, ളുഹറും നിസ്കരിക്കൂല, നിസ്കാരത്തിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല, എന്നിട്ട് എന്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് തങ്ങന്മാരടുത്ത് പോവുകയാണ്, രാവിലെ ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇങ്ങനെ ഓരോ തങ്ങന്മാരടുത്ത് അല്ലെങ്കിൽ ചികിത്സകന്മാരടുത്ത് ഇങ്ങനെ അസ്മാഇന്റെ ആളുകളുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ നിൽക്കാണ്. എന്താ പ്രശ്നം തീരുന്നില്ല. സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ആ പരിപാടിയില്ല. രാത്രി 12-1 മണി വരെ ഇങ്ങനെ മൊബൈലിൽ തോണ്ടി അങ്ങനെ 8 മണി 9 മണിക്ക് അല്ലെങ്കിൽ 10 മണി 12 മണിക്കൊക്കെ എഴുന്നേറ്റ് ഒന്നും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് പേര് എനിക്കാരോ സിഹ്ർ ചെയ്തിട്ടുണ്ട്. നിസ്കരിക്കാത്തവനേക്കാൾ വലിയ സിഹർ എന്താ? സുബ്ഹി നിസ്കരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സിഹറുണ്ടോ? വീട്ടിൽ അതിനേക്കാളും വലിയ മുസീബത്ത് വേറെ ഉണ്ടോ? കച്ചവടം തകരാൻ വേറെന്തെങ്കിലും വേണോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് സുബ്ഹി നിസ്കാരവും മറ്റുള്ള നിസ്കാരവും കളാക്കിയിട്ട് കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരത്തിന്റെ കാര്യം, അത് കൃത്യമായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.